ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അബിയുടെ വീഡിയോ വൈറലായപ്പോൾ തന്നെ ഞാൻ ആ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാനായി ഇത്തരം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിടുന്ന ആളാണെന്നാ അന്വേഷണത്തിൽ ഞാൻ അറിഞ്ഞത്. പക്ഷേ തെളിവുകളില്ലാത്തതുകൊണ്ട് എനിക്കത് ചാനലിലിടാൻ പറ്റില്ല. ഹലോ, എന്തായി ആശ ഇവിടുത്തെ കാര്യങ്ങള്? ഏയ് എന്താ, എന്തു പറ്റിയെന്ന് പറ. താനെന്തിനാ കരയുന്നേ? അഭിക്ക് എന്ത് പറ്റി? കിരണും കൂടി അഭി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കുവാ. ഏത് ഹോസ്പിറ്റലാന്നറിയോ? ഇല്ല, ഞാനത് ചോദിച്ചിട്ട് പറയാം. ശരി. അതെ, പൂർണിമേച്ചയെ ഞാൻ വിളിക്കണം അതോ പൃഥ്വി തന്നെ കാര്യം പറയോ? ഞാൻ പറഞ്ഞോളാം. ഹോസ്പിറ്റൽ ഏതാണെന്ന് ചോദിച്ചിട്ട് ഞാൻ വിളിച്ചു പറയാം. ശരി, ഓക്കെ. തന്നുള്ളൂ. ഡോണ്ട് വറി, ടെൻഷനൊന്നും വേണ്ട. യു ആർ ഓൾ റൈറ്റ്. ഇത് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. ഡോക്ടർ, പേടിക്കാനൊന്നുമില്ല. ഹീസ് ഫൈൻ. അകത്ത് പോയി കണ്ട് സംസാരിച്ചോളൂ. ഓക്കെ? നീ എന്താ മോനെ ചെയ്തത്? സോറി ചേച്ചി, അപ്പോഴത്തെ മാനസികാവസ്ഥയില് ജീവിക്കണമെന്ന് പോലെ എനിക്ക് തോന്നിയില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ച നീ ഞങ്ങളുടെ അവസ്ഥയെ കുറിച്ച് എന്താ മറന്നത്? ദുർഗ, അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഓരോന്ന് പറഞ്ഞ് അഭിയെ വിഷമിപ്പിക്കണ്ട. ഇനി ഒരിക്കലും നമ്മളെ ആരെയും മറന്ന് അഭി ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ല. അല്ലേ അഭി? നീ വിഷമിക്കണ്ട, നാളെ ഡിസ്ചാർജ് ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അഭി ഉറങ്ങിക്കോ, വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കണ്ട. സിസ്റ്റർ അഭിജിത്ത് അകത്താ. ചേച്ചി ഒന്ന് വന്നേ. എനിക്ക് അവിയോടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്.
അതുകൊണ്ട് ചേച്ചി സംസാരിക്കുക, ഞാൻ പിന്നീട് അബിയോട് സംസാരിച്ചോളാം. ശരി. ദുർഗേ മോളെ, അബി ഓക്കെ അല്ലേ? അബിക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? കുഴപ്പമൊന്നുമില്ല, നാളെ ഡിസ്ചാർജ് ചെയ്യുന്ന പറഞ്ഞ്. മോനെ അബി, മോനെ അബി, കണ്ണൂർക്ക്. ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട അബി, ഞങ്ങൾ എല്ലാവരും അബിയുടെ കൂടെ ഉണ്ട്. നിങ്ങളൊന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വാ വാ ദുർഗേ. ഇപ്പൊ വരാവേ. അബിയുടെ വീഡിയോ വൈറലായപ്പോൾ തന്നെ ഞാൻ ആ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാനായി ഇത്തരം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിടുന്ന ആളാണെന്നാ അന്വേഷണത്തിൽ ഞാൻ അറിഞ്ഞത്. പക്ഷേ തെളിവുകളില്ലാത്തതുകൊണ്ട് എനിക്കത് ചാനലിലിടാൻ പറ്റില്ല. ഇപ്പൊ അബിക്ക് ഇങ്ങനൊരു അവസ്ഥ കൂടി വന്ന സ്ഥിതിക്ക് ഇത് ചാനലിൽ പറയുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. അത് വേണ്ട ചേച്ചി. അബി ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയെന്ന് മാധ്യമങ്ങൾ വഴി പുറം ലോകം അറിഞ്ഞ അത് ശരിയാവില്ല. പിന്നെ അത് നിയമക്കുരുക്കുകളിലൊക്കെ ചെന്നപ്പെടും. അതെ, ഇവിടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചാണ് കേസും പ്രശ്നങ്ങളൊന്നും ഇല്ലാതാക്കിയത്. അബി, നീ എനിക്ക് സ്വന്തം അനിയനാണ്. നിനക്കൊരു പ്രശ്നം വന്നാ ഞാനൊപ്പം ഉണ്ടാവും. അതിപ്പോ തെറ്റാടെ ഭാഗത്താണെങ്കിലും അതൊരിക്കലും പ്രശ്നമല്ല. അശ്വത അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോ ഞാനൊപ്പം വരാൻ തുടങ്ങിയതാ. പക്ഷെ അശ്വത ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. അശ്വത അവിടെ വന്ന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. അവൾ ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എൻ്റെ വാക്കുകളല്ല. എനിക്ക് അബിയുടെ അവസ്ഥ മനസ്സിലാവും. അതുകൊണ്ട് ഇനിയാണെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ അത് ഡീൽ ചെയ്തോളാം. ഓക്കെ? ഏയ് കാണാം. എന്റെ ഭാഗത്തുനിന്ന് എന്ത് ഹെൽപ്പ് വേണേലും എന്നൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. ശരി ചേച്ചി, വാ നമുക്ക് അബിയുടെ അടുത്തേക്ക് പോവാം. അതായത് സ്വർണത്തിന്റെ ചാഞ്ചാട്ടം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം താഴേക്ക് തന്നെ സ്വർണത്തിന്റെ വില പോകാനാണ് സാധ്യത. കാരണം